ശ്രീ കൃഷ്ണകുമാർ, പാലക്കാട്ട് ഈ KSUവിലും യൂത്ത് കോൺഗ്രസിലും തമ്മിലടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവർ തമ്മിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം MLA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ തരത്തിൽ ഭിന്നതയുണ്ട് എന്നുള്ള വിഷയം പുറത്തു വരുമ്പോൾ എന്താണ് BJPക്ക് പറയാനുള്ളത്? അല്ല, ഈ കോൺഗ്രസിനുള്ളില് വലിയൊരു വിഭാഗം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വലിയ അഭിപ്രായ ഭിന്നതയുണ്ട്. അവരുടെ ഇടയിൽ വലിയ എതിർപ്പ് കോൺഗ്രസിനകത്തുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന സമയത്ത് തന്നെ വലിയ പൊട്ടിത്തെറി പാലക്കാട് ഉണ്ടായിരുന്നു. ഇപ്പോ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്ന ഒരാളെ കോൺഗ്രസിലെ ചില നേതാക്കന്മാർ സംരക്ഷിച്ച് വരുന്നതിനെതിരായിട്ട് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്ക് വലിയ അതിർത്തിയുണ്ട്. കോൺഗ്രസിന്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിർത്തിയുണ്ട്. ഇത് ആരെല്ലാം സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇത് കോൺഗ്രസിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് ചിലപ്പോൾ രാഹുലിനെ പേടിയുണ്ടാവും. പക്ഷെ കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് പാലക്കാട് പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി കൊടികെട്ടാനും പോസ്റ്റ് ഒട്ടിക്കാനും നടക്കുന്ന പ്രവർത്തകർക്ക് ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ഥിതിവിശേഷമാണ്. അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കോൺഗ്രസ് ഇപ്പൊ 28, 29, 30 തീയതികളിലൊക്കെ ഗൃഹസമ്പർക്കം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്ത് പേര് പറഞ്ഞിട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ജനങ്ങളെ അഭിമുഖീകരിക്കുക? വീടുകൾ കയറി ചെന്ന് എന്ത് പറയും? അവിടുത്തെ സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്ന അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്ന തുടക്കം മുതൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിന് പിന്നിൽ ഈ ഗൂഢാലോചനയാണിത്. ഇതിന് പിന്നിൽ BJP ആണ്, പ്രധാനമായും പാലക്കാട്ടെ BJP ആണ്, പാലക്കാട്ടെ പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കളാണെന്നുള്ള ആരോപണം തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നു. അതിന് എന്താണ് മറുപടി? ഞങ്ങൾ കോൺഗ്രസിന്റെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ വെല്ലുവിളിക്കുക. ഈ ആരോപണങ്ങൾ തെറ്റാണെന്നെങ്കിൽ, അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്താണെങ്കിൽ, ഈ വാട്സാപ്പ് ചാറ്റുകൾ ഞങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്താണെങ്കിൽ അവര് നിയമപരമായിട്ട് നേരിടട്ടെ. എന്തുകൊണ്ട് ഇതുവരെ ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വിട്ട ചാനലുകൾക്കെതിരായിട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും ഇതുവരെ അയച്ചില്ലല്ലോ? മാനനഷ്ട കേസിന് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാലോ, അതിന് നോട്ടീസ് അയക്കാലോ. എന്തുകൊണ്ട് കോൺഗ്രസ് അതിന് തയ്യാറാവുന്നില്ല? കോൺഗ്രസിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഇത് ആരും ഫാബ്രിക്കേറ്റ് ചെയ്തതല്ല. കുറെ കാലങ്ങളായിട്ട്, കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് പുകയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസിനകത്തുനിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഹത്യക്ക് ഞങ്ങൾ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പോ അതിൽ ബാധിക്കപ്പെട്ട ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ പ്രവർത്തകരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. ഞങ്ങൾ അതിൽ പ്രതികരിക്കുന്നതിൽ ഇത് ഞങ്ങളുടെ ഗൂഢാലോചനയാണെന്ന് എന്തിനാ പറയുന്നത്? ഈ ഏതെങ്കിലും വ്യക്തികളുമായിട്ട്, ഈ ഓഡിയോ ക്ലിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് ഞങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞങ്ങളാണോ ഇത്തരത്തിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ അയച്ചത്? ഞങ്ങളാണോ ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ, ഈ ഓഡിയോ പിന്നിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കാൻ പോകുന്നത്? അതായത് ഈ ട്രാൻസ്ജെൻഡർ അവന്തിക പരാതി ഉന്നയിച്ച അവന്തിക BJP ചായ്വുള്ള ഒരാളാണ്, അവർ അതുമായി ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ശ്രീ പ്രശാന്ത് ശിവൻ അടക്കമുള്ളവർ ഇതിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവന്തിക BJP-കാരിയാണെന്ന് ഇപ്പോഴേ അറിയുന്നുള്ളൂ, BJP ആയിട്ട് അനുഭാവിയാണെന്ന് ഇപ്പോഴേ അറിയുന്നുള്ളൂ. അവന്തികയുമായിട്ട് വാട്സാപ്പ് ചാറ്റ് നടത്തുന്ന സമയത്ത്, അവന്തികയോട് പറയാൻ കൊള്ളാത്ത വാചകങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തും അവന്തിക BJP അനുഭാവിയാണെന്ന് അറിയില്ലേ? അവന്തികയോട് ഓഗസ്റ്റ് 1-ാം തീയതി സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് ആരാ പുറത്തുവിട്ടത്? അവന്തികയുമായിട്ട് സംസാരിച്ചതിന്റെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ. അപ്പൊ അറിയില്ലേ അവന്തിക BJP-യോട് അനുഭാവമുള്ള ആളാണെന്ന്? ആരോപണങ്ങൾ പുറത്തു വന്ന് താൻ പ്രതിക്കൂട്ടിലാവുന്ന സമയത്ത് അതിന് പിന്നിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളാണ്, BJP ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ കാലത്ത് വിശ്വസിക്കുക? അത് കഴിഞ്ഞ് അവന്തിക പത്രസമ്മേളനം നടത്തിയില്ലേ വീണ്ടും? ഞാൻ ഈ കാര്യങ്ങൾ ഇതുവരെ പുറത്തു പറയാതിരുന്നത് എന്റെ ജീവനെ ഭയന്നിട്ടാണ്, ഭീഷണി ഭയന്നിട്ടാണ്. BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ശിവനോട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം പരസ്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നു, എന്തെങ്കിലും എനിക്ക് ആവശ്യം വന്നാൽ സഹായിക്കാൻ കഴിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവന്തിക. അല്ലാതെ പ്രശാന്ത് ശിവൻ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനോ ഒന്നും അവന്തിക പറഞ്ഞിട്ടില്ലല്ലോ. തീർച്ചയായും. ഒരൊറ്റ കാര്യം കൂടി ശ്രീ കൃഷ്ണകുമാർ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും MLA ആയി നിമിഷം പോലും തുടരുകയാണ്. അതിലിനി അത് മാറാൻ, അദ്ദേഹം രാജിവെക്കാനുള്ള സാധ്യത അത് വിദൂരമായി തുടരുന്നു. എന്താണ് BJP-യുടെ നിലവിലുള്ള നീക്കം? ഇനി എങ്ങനെയായിരിക്കും?
ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പുറത്താക്കുന്നതും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതും എല്ലാം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് അവരുടെ ദേശീയ അധ്യക്ഷനായിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ പാലക്കാടിന്റെ ജനപ്രതിനിധിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരാൻ അർഹനല്ല. പാലക്കാട്ടുകാരെ അപമാനിക്കുന്നതിന് തുല്യമാണത്. പാലക്കാട്ടുകാരോട്, കേരളത്തിലെ സ്ത്രീകളോട് കോൺഗ്രസിന് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ വലിയ ആരോപണം വന്നാളെ ആ ആരോപണങ്ങൾ തെറ്റാണെന്ന് രാഹുൽ തെളിയിക്കട്ടെ. അതുവരെ MLA സ്ഥാനം രാജിവെക്കാം. കോൺഗ്രസിന്റെ ഭരണഘടനയിൽ എന്താ പറയുന്നത്? പാർട്ടി നടപടിയെടുത്ത ഒരാൾ, പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാൾ സ്വാഭാവികമായിട്ടും അയാളുടെ ജനപ്രതിനിധി എന്നുള്ള സ്ഥാനം രാജിവെക്കണം. അത് ലോക്കൽ ബോഡിയിൽ ജയിച്ച ആളായിക്കോട്ടെ, MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, അയാൾ ആ സ്ഥാനം എന്നാണ് കോൺഗ്രസിന്റെ ഭരണഘടനയിൽ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് ഭരണഘടന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇറങ്ങിയ ആളുകൾ സ്വന്തം പാർട്ടിയുടെ ഭരണഘടന പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ആളുകളാണെന്ന് ഇതിന്ന് വ്യക്തമാവുന്നില്ലേ? അവർക്ക് ഭരണഘടനയോട് യാതൊരു കൂറുമില്ല എന്നുള്ളത് ഇത് തെളിയിക്കുകയല്ലേ? തീർച്ചയായും. വളരെ നന്ദി ശ്രീ കൃഷ്ണകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ വിഷയത്തിൽ ഇപ്പോൾ VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇവിടെ നോക്കൂ, BJP ആണ് ഇതിന് പിന്നിലെന്നാണ് തുടക്കം മുതൽ കോൺഗ്രസ് ആരോപിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചത്. വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്ന് ശ്രീ കൃഷ്ണകുമാർ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇവിടെ ഒരു വിഭാഗം പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം അശ്ലീല മെസ്സേജ് അയച്ചെന്നാണ് പാലക്കാട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഇപ്പോൾ ഒരു ആരോപണം വരുന്നത്. അത് പറഞ്ഞത് മറ്റാരുമല്ല, BJPയോ CPM ഒന്നുമല്ല. ഈ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ നടന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം പാലക്കാട്ടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ഉയരുന്നത്. ആ യൂത്ത് കോൺഗ്രസ് നേതാവ് ആരാണ്, അയാൾ ആർക്കാണ് മെസ്സേജ് അയച്ചതെന്നുള്ള വിവരങ്ങൾ ലഭ്യമാണോ ആരോ? യെസ്, അരുണിലോട്ട് വരാം. ഇപ്പോൾ DYFI നേതാവ് ശ്രീ വസീഫ് നമുക്കൊപ്പം ചേർന്നു. വസീഫ്, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തമ്മിലടിയാണ് യൂത്ത് കോൺഗ്രസിലും KSUവിലും. ചേരിപ്പോര് രൂക്ഷമാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ രാജിവെച്ചിട്ടില്ല, MLA ആയി തുടരുന്നു. എന്താണ് പ്രതികരണം? ഇവിടെ അഭിമാനബോധമുള്ള കോൺഗ്രസുകാരന് ഈ പ്രവർത്തികളെ ഒന്നും VD സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും നേതൃത്വത്തിലുള്ള ഈ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്ന് ഒരു ഗുണ്ടാ സംഘത്തെ, ഒരു അധോലോക സംഘത്തെ വളർത്തിയെടുക്കുന്നതിന് താല്പര്യമുണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ ഒരു സാധാരണക്കാരുടെ ഒരു വലിയ വിഭാഗം ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയെല്ലാം വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ അവരെയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീഷണിപ്പെടുത്തി ഒതുക്കി ഈ പ്രതിഷേധങ്ങളെയെല്ലാം ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്.